മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും അത് മിസ്റ്റേക്ക് ആവാതെ ഉറപ്പായിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. കമന്റുകൾ ഇപ്പൊ പോപ്പപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലില് പുതിയ യൂട്യൂബേഴ്സ് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ചാനലിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ചാനലിനെ നെഗറ്റീവായിട്ട് മാത്രമേ ഇത്തരം മിസ്റ്റേക്കുകൾ ബാധിക്കത്തുള്ളൂ. മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും അത് മിസ്റ്റേക്ക് ആവാതെ എങ്ങനെ പരിഹരിക്കാം എന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ വീഡിയോസിന്റെയൊക്കെ വാച്ച് അവർ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഐ ബട്ടണിലും എൻ സ്ക്രീനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്സ്ക്രൈബർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ളവരുടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോണെടുത്ത് നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. എന്റെ ചാനലിലെ ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാൻ തന്നെ ആയിരുന്നു. ശരിക്കും ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 1 വീക്കിന് ശേഷമാണ് എന്റെ വീട്ടിലുള്ളവർ പോലും ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഏതൊരു പുതിയ യൂട്യൂബറും ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ചാനലിന്റെ ലിങ്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ അയച്ചു കൊടുക്കും. നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഓപ്പൺ ആക്കി വാച്ച് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ആദ്യം വീഡിയോ അയച്ചു കൊടുക്കുമ്പം അവരത് കാണുമെന്ന് വിചാരിക്കാം. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന വീഡിയോസ് എല്ലാം അവർക്ക് അയച്ചു കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് അത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ അല്ലാതെ തന്നെ കയറി വാച്ച് ചെയ്യും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീഡിയോസ് വീണ്ടും അയച്ചു കൊടുക്കുമ്പോൾ അവർ കയറി ക്ലിക്ക് ചെയ്യും. അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരത് കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പം നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ അവർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും, പോവും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോസിന്റെ CTRഉം ഓഡിയൻസ് റിട്ടൻഷനും ആണ് കുറയുന്നത്. ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു രീതിയിലും ഗ്രോ ചെയ്യില്ല. ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ആണ് നിങ്ങളുടെ ചാനലിന് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. നിങ്ങളുടെ വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്ന ഉറപ്പുള്ളവർക്ക് മാത്രം നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം അത് ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ചാനലിന് നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം എന്ന് പറയാം. നിങ്ങളുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക. നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ബട്ടൺ ഉറപ്പായിട്ട് ഡിസേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് YT സ്റ്റുഡിയോയില് വീഡിയോ ഓപ്പൺ ആക്കുക. വീഡിയോ ഓപ്പൺ ആക്കിയതിനു ശേഷം എഡിറ്റ് ബട്ടൺ, ഈ മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷൻസിലാണ് നമ്മൾ ആഡ് ടാഗ്സ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ഡിസേബിൾ ആക്കുക. ഇങ്ങനെ ഡിസേബിൾ ആക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന്റെ ലിങ്കുകൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കും. അപ്പം മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്യാതെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ് ഈ അലോ എംബഡിങ് ഓൺ ആക്കിയിടുന്നതിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ വാച്ച് ചെയ്യുന്ന വീഡിയോസ് വ്യൂസ് ആയിട്ട് യൂട്യൂബ് കൗണ്ട് ചെയ്യുകയില്ല. വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ അലോ എംബഡിങ് ഡിസേബിൾ ആക്കിയിടാൻ മറക്കാതിരിക്കുക. അലോ എംബഡിങ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് വഴി കയറുന്ന സമയത്ത് യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഓൺ ആവുന്നത്. അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെ തന്നെ യൂട്യൂബിൽ കയറാതെ അവർക്ക് വീഡിയോസ് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ അലോ എംബഡിങ് ഓഫ് ആക്കിയിടാൻ മറക്കാതിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ചാനലിലെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് സബ് ടു സബ് ഒക്കെ കമന്റ് ചെയ്യാന്നുള്ളത്. എന്റെ ചാനലിന്റെ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൂടും. പക്ഷേ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ സ്പാം ആയി പോകും. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് സ്പാം ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ കാണണം എന്നുള്ളവർക്ക് അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. സബ്സ്ക്രൈബേഴ്സ് സ്പാം ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഷോർട്സ് ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടുന്ന കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവരുടെ ചാനലിൽ ചെന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അവരിടുന്ന കണ്ടന്റ് ടൈപ്പ് നിങ്ങളും ഇടുന്നതുകൊണ്ട് അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ വീണ്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പരസ്പരം ഒരു ബന്ധമില്ലാത്ത ചാനൽസിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കത്തുള്ളൂ. യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഈ ഷോർട്ട് വീഡിയോസിലെ കമന്റുകൾ ഇപ്പൊ പോപ്പപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഷോർട്ട് വീഡിയോയുടെ ഇടയിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വാച്ച് ചെയ്യുന്ന മറ്റു വ്യൂവേഴ്സും
നിങ്ങളുടെ കമന്റ് വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുന്ന പരിപാടിയും സ്പാം റിക്വസ്റ്റ് അയക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് ഒഴിവാക്കി നിങ്ങളുടെ ചാനലിൽ ശ്രദ്ധിച്ച് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.